അളിയ ഞാനേ ഈ തിണ്ണ പരിപാടിയൊക്കെ നിർത്തിയിട്ടൊന്ന് ജിമ്മിന് പോയാലെന്ന് ആലോചിക്കാം. ശരീരം ഭയങ്കരമായിട്ട് ഉടഞ്ഞ്. അതെ അതെ, കഴിഞ്ഞ മാസം നീ ഇതേപോലെ ജിമ്മിൽ പോയതാ, ഒറ്റ ദിവസം ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയതിന് ജിമ്മിൽ വിട്ട്. എന്നിട്ട് നീ പോയിട്ട് ഒരു അമ്മയുടെ പുറകെ പോയി തല്ലി മേടിച്ചു. എടാ ഞാൻ അമ്മായിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമ്മായിയുടെ കാലൊന്ന് പിടിച്ചതാണ്. അമ്മയുടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട്. എടാ അളിയ നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടാ. എന്താ സത്യം എന്ന് പറയുമോ, ഞാൻ ആ അമ്മായിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ കാലി പിടിക്കാൻ പോയതാണ്. ഇത് കണ്ടുകൊണ്ടുവന്ന് അമ്മാവൻ പിടിച്ചിട്ട് എന്നെ തേമ്പിയതാണ്. എടാ ഞാൻ വിചാരിച്ചു ഈ മോയിന്തിനൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യരാണ്. ഇയാൾ ഈ താറാവ് നടക്കാൻ കൊണ്ടുപോകണല്ലോ ഏതുതരം കാലും മടക്കി വെച്ചിരിക്കുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇയാളൊന്ന് തേമ്പൂന്ന് ഞാൻ വിചാരിച്ച. തേമ്പ് കിട്ടിയപ്പോ അത് മനസ്സിലായല്ലോ. ഇത്തവണ വേറെ ഏതോ അമ്മായി വന്നിട്ടുണ്ട്, നിർത്തിയല്ലോ. അപ്പൊ നിർത്തി. ഇപ്പൊ വേറെ ഏതോ അമ്മായി വന്നിട്ടുണ്ട്. വേറെ ഏതൊന്നും അമ്മായി ഒന്നും അല്ലടാ, എനിക്ക് എന്റെ ശരീരം നോക്കാൻ വേണ്ടിട്ട്. എടാ ഈ കേരളത്തിലെ ആമ്പിള്ളേർക്ക് സിക്സ് പാക്കിന്റെ ആവശ്യമില്ലടാ. എടാ കേരളത്തിലെ ആമ്പിള്ളേർക്ക് സിക്സ് പാക്കിന്റെ ആവശ്യമില്ല, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. എടാ കഴിഞ്ഞ ആഴ്ച നിന്റെ കൂടെ മതിലിയാടിയ ഓട്ടം ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ ആ ശാരദയുടെ വളവ് വെച്ചിട്ട് പതതുപ്പാൻ തുടങ്ങിയിട്ട് എന്റെ വീടിന്റെ പടി വരെ ഞാൻ പതതുപ്പി. എടാ ഒന്നിലും നിനക്ക് വേണ്ടി കൊള്ളണ തല്ലി എനിക്ക് കൊള്ളാനുള്ളൊരു ആരോഗ്യം വേണ്ടടാ, ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിറ്റ്നസിന്റെ കാര്യത്തിലാണ് നമുക്ക് നോക്കാം. വേണം. എടാ ഇത് എന്നേക്കാൾ കൂടുതൽ ആവശ്യം നിനക്കാണ്. എടാ എനിക്ക് ഇടിച്ചു വട്ടായില്ലെങ്കിൽ ഓടി വട്ടാവാനറിയാം, എനിക്കിത് രണ്ടും അറിയാൻ പാടില്ല. ശരിയാണ്, നിന്ന് കൊള്ളുന്നത് ഞാനും. അതെ, അത് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ജിമ്മിൽ പോവാം അല്ലേ? പോണം. അപ്പൊ എങ്ങനെ ഫീസിന്റെ കാര്യം? ഫീസ് ഞാനാണല്ലോ ഫീൽ എടുക്കുന്നതിന്റെ, ഇത്തവണ എടുക്കാം.